മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിലൊരു സംശയമായി നിലനിൽക്കുന്നത്. ആ ആശങ്കയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായി പങ്കുവച്ചത് ഈ സമയത്തിന്റെ ഒരു കുറവാണല്ലോ. 3 മാസം, ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ലഭിക്കാറുണ്ട് സാധാരണ. പക്ഷെ അവിടെയും ഒരു കാര്യം, ഈ ഇത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ സർക്കാരിനുണ്ട് എന്നുള്ള ബോധ്യവുമുണ്ട്. ഈ 3 മാസം അത് സാധ്യമാണോ? 3 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത് എൽദോ അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ. അതായത് ടൈംസ് ഓഫ് റെഫറൻസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും പരിഗണനാ വിഷയങ്ങളെല്ലാം തന്നെ കൈമാറിയിട്ടുണ്ട് ഇതിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു സംശയപ്പെടുന്നത് 3 മാസം കൊണ്ട് തീർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു തുടക്കത്തിലെ ഒരു സംശയമുണ്ട്. അത് തീർക്കണമെങ്കിൽ ആ നാട്ടുകാരുടെ മുഴുവനായ ആളുകളുടെയും എല്ലാം തന്നെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ 3 മാസത്തിന്റെ ഒരു പരിധി മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ അത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അത് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ആവശ്യമെങ്കിൽ ഒരുപക്ഷെ സമയം കൂടുതൽ ചോദിക്കേണ്ടി വരും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് വിഷയം വളരെ സങ്കീർണമാണ്, വിപുലമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതുകൊണ്ട് ഇത് എല്ലാവരെയും കേട്ടുകൊണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ കടന്നു പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സമാന സ്വഭാവമുള്ള പരാതികൾ ഒരുമിച്ച് കേൾക്കാമെന്ന രീതിയിലേക്ക് അദ്ദേഹം വരുന്നു. കാരണം അതിൽ എല്ലാവരുടെയും പ്രത്യേകം കാര്യങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതില്ല. സമാന സ്വഭാവമുള്ള പരാതികൾ അതിൽ ഒരുമിച്ച് പരിശോധിക്കാവുന്നതാണ്. അതിന് അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകരോ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തുന്ന വ്യക്തി അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് കേൾക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട്, ഈ ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം സാധ്യമാവുകയുള്ളൂ. അല്ല എങ്കിൽ അത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത അദ്ദേഹം മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഒരു നിലപാട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ 6 മാസം എന്നുള്ളത് ഇതിൽ 3 മാസമായി ചുരുക്കിയത്. താൻ അത് ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ചേർക്കുകയും ചെയ്യുന്നുണ്ട്, ഇതിൽ മാനുഷിക മൂല്യങ്ങൾക്ക് തന്നെയായിരിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുക. കാരണം അവിടെയുള്ള അധിവസിക്കുന്ന ജനങ്ങളുടെ ഒരു വിഷയങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലേക്ക് വരുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം തന്നെ ചെയ്യും. പിന്നീട് തീരുമാനിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ. പക്ഷെ ആ റിപ്പോർട്ടിന് സാധ്യതയുള്ളത് തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കമ്മീഷനെതിരെയുള്ള വിമർശനങ്ങൾ താൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നു. തനിക്ക് മറ്റു ചുമതലകളുണ്ട് എന്നതെല്ലാം തന്നെ ശരിയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുതൽ നൽകിക്കൊണ്ടായിരിക്കും മുനമ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇത് തീർന്നതിന് ശേഷമായിരിക്കും മറ്റു ചുമതലകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ആരുടെയും വിമർശനത്തിന് താൻ മറുപടി പറയുന്നില്ല. അതെല്ലാം സർക്കാർ തന്നെ ഒരു കാര്യം നിയോഗിച്ചു, അത് പൂർത്തിയാക്കുക എന്നതാണ് മുന്നിലുള്ള കടമ്പ. അത് സമയബന്ധിതമായി ചെയ്യാനാണ് താൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നീണ്ടു പോവുകയാണെങ്കിൽ അത് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത്. അതാണ് ഒരു നിലപാട് ഈ വിഷയത്തിലുള്ളത്. ഡാനി, ഈ ഒപ്പം തന്നെ ഇപ്പോൾ മുനമ്പത്തെ സമരം അത് ഇന്ന് 47 ദിവസമായി. അപ്പോൾ 47 ദിവസത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ശേഷം അത് തീർപ്പാകുന്നതുവരെ സമരം തുടരാനാണ് അവിടുത്തെ സമരക്കാരുടെ, നിവാസികളുടെ തീരുമാനമെന്നും നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസത്തെ സമയമാണ്, അതിനുശേഷം സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ സമരവും ഇങ്ങനെ അനിശ്ചിതകാലമായിട്ട് ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടി കണക്കാക്കേണ്ടതില്ല. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കേണ്ട തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമല്ലോ. സമരം യാതൊരു രീതിയിൽ അവസാനിപ്പിക്കേണ്ടതില്ല. സമരത്തിന്റെ നമുക്കറിയാം, ഇപ്പോൾ മുനമ്പം സമരം തുടങ്ങിയ അതിനേക്കാളും കുറച്ചുകൂടി ഒരു തീവ്രത കുറച്ചുകൊണ്ട്. കാരണം സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കുന്നു, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. തങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സമരത്തിനൊപ്പം ഈ കമ്മീഷനൊപ്പം തന്നെ നിൽക്കുമെന്ന് സമരക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് സമരം അവസാനിപ്പിക്കാതെ തന്നെ അതിന്റെ തീവ്രതയിൽ അല്പം കുറവ് വരുത്തിക്കൊണ്ട് നിരാഹാര സമരം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ തന്നെയും ഈ ജസ്റ്റിസിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട നമ്മൾ അതിന്റെ വിവരങ്ങൾ തേടുമ്പോഴും ടൈംസ് ഓഫ് റെഫറൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരട്ടെ, അത് തങ്ങൾ കൂടി പഠിച്ചതിന് ശേഷം ഇതിനോട് പ്രതികരിക്കാം. പക്ഷേ സമയബന്ധിതമായി ഇത് തീർക്കുക എന്നത് തങ്ങളുടേത് കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് കമ്മീഷനോട് മുഴുവൻ സഹകരണവും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ സമരത്തിൽ നിന്ന് പിന്മാറില്ല.
സമരം ഇതിൽ എന്താണ് ഇതിന്റെ ഒരു തീരുമാനം എന്നത് പൂർണ്ണമായും വ്യക്തമായതിനു ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്മാറൂ. കാരണം ഇവിടെ ഉള്ള ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം തന്നെ വലിയ സങ്കീർണമാവുകയാണ് നാൾക്കുനാൾ. പലരുടെയും കൈവശാവകാശം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് സമരത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കമ്മീഷൻ പ്രവർത്തനം തുടരട്ടെ, തങ്ങൾ സഹകരിക്കാം, പക്ഷെ സമരത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. 47 ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പല മാധ്യമങ്ങളിലായി ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നടത്തിയ പല പരാമർശങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഡാനി? അതിൽ വിമർശനങ്ങളോട് അതിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കമ്മീഷന് വിവിധ കക്ഷികളുടെ ചുമതലയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സമയബന്ധിതമായി കിട്ടാൻ കഴിയുക എന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഒപ്പം തന്നെയും ഇതിൽ 3 മാസത്തെ ഒരു സമയം അതിനുള്ളിൽ തീർക്കുക, അതെല്ലാം എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. കമ്മീഷനുകൾ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ദീപിക തന്നെ മുഖപത്രം എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. കത്തോലിക്ക സഭയും ഇതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ഈ വിമർശനങ്ങളോട് കാര്യമാത്രമായി അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നതാണ്. വിമർശനങ്ങൾ ഒരു വഴിക്ക് തുടർന്നോട്ടെ, താൻ തന്റെ ജോലിയുമായി മുന്നോട്ട് പോകും, സർക്കാർ ഒരു ചുമതല ഏൽപ്പിച്ചു, അത് പൂർണ്ണമായിട്ട് തന്നെ നിറവേറ്റുകയും ചെയ്യും. ഇതിൽ തനിക്ക് മറ്റു ചുമതലകളുണ്ട് എന്ന കാര്യം ശരി തന്നെയാണ്. ഇപ്പോൾ താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റു ചുമതലകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക, അനുവദിച്ച ഒരു സമയ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അത് തീർക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ് താൻ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് വിമർശനങ്ങളോട് പ്രതികരിക്കാനായിട്ട് താനില്ല, തന്റെ ചുമതല അതല്ല. അത്തരം കാര്യങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ അത് മറുപടി നൽകുമെന്നതാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നിലപാടാണ്. റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ രാവിലെയാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് പ്രധാനമായും 3 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാനുള്ള സാവകാശത്തിലാണ്. അതാണ് പ്രധാനപ്പെട്ട ആശങ്ക. പക്ഷെ അത് പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. മാത്രമല്ല മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലിനാണ് ശ്രമിക്കുക എന്നും അദ്ദേഹം മുനമ്പത്തുകാർക്കായി പറയും.